Dear student, Assalamu alaikum. Let us start our new chapter, Ratio and Proportion. Ratio and Proportion. Okay. ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ഉള്ള ചാപ്റ്ററിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് വാട്ട് ഈസ് റേഷ്യോ, ഇക്വാലൻ്റ് റേഷ്യോ, പ്രൊപ്പോർഷൻ ആൻഡ് കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ. ഇത്രയും കാര്യങ്ങൾ ഈ പോയിന്റുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പറയാം വാട്ട് ഈസ് റേഷ്യോ. ഇപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ വെൻ വി കമ്പയർ ടു ക്വാണ്ടിറ്റീസ് എ ആൻഡ് ബി, ദ റേഷ്യോ ഇസ് ഡിനോട്ടഡ് ആസ് എ ഈസ് ടു ബി. ഇപ്പോൾ രണ്ട് ക്വാണ്ടിറ്റികൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണ് അല്ലേ. രണ്ട് ക്വാണ്ടിറ്റികൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, എ ഈസ് ടു ബി എന്ന് എഴുതാം. അതിൻ്റെ റേഷ്യോ എങ്ങനെ എഴുതാം, എ ഈസ് ടു ബി എന്ന് എഴുതാം. അതായത് രണ്ട് ക്വാണ്ടിറ്റികൾ കമ്പയർ ചെയ്യാനാണ് നമ്മൾ റേഷ്യോ ഉപയോഗിക്കുക. രണ്ട് ക്വാണ്ടിറ്റികൾ കമ്പയർ ചെയ്യാനാണ് നമ്മൾ റേഷ്യോ ഉപയോഗിക്കുക. ക്വാണ്ടിറ്റീസ് ടു ബി കമ്പയർഡ് മസ്റ്റ് ബി എക്സ്പ്രസ് ഇൻ ദി സെയിം യൂണിറ്റ്സ്. അപ്പോൾ നമ്മളിപ്പോൾ റേഷ്യോകൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഈ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ എ ഈസ് ടു ബി. ഇപ്പോൾ ഇവിടെ എ എന്നുള്ളൊരു ക്വാണ്ടിറ്റി ഉണ്ട്, ബി എന്നുള്ളൊരു ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ രണ്ടും നമ്മൾ കമ്പയർ ചെയ്യാനാണ് റേഷ്യോ ഉപയോഗിക്കുന്നത്. ഈ സിമ്പിൾ കണ്ടോ നിങ്ങൾ, ഈസ് ടു എന്നാണ് റീഡ് ചെയ്യാം, ഈസ് ടു. അപ്പോൾ ഈ എ ഈസ് ടു ബി നമ്മൾ റേഷ്യോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ യൂണിറ്റിലായിരിക്കണം. നിങ്ങൾ നോക്കൂ, പേജ് നമ്പർ 116 കണ്ടോ, എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ റേഷ്യോ 50 പൈസ ടു 200 പൈസ. രണ്ടും പൈസയിലാണ്, ഒരേ യൂണിറ്റിലാണ്. അപ്പോൾ നമ്മൾ 50 പൈസ ടു 200 പൈസ എങ്ങനെ റേഷ്യോയിൽ എഴുതും, 50 ഈസ് ടു 200, 50 ഈസ് ടു 200. ഓക്കെ, 50 ഈസ് ടു 200. അല്ല, ഇതിനെ എങ്ങനെ എഴുതാം, 50/200 എന്ന് എഴുതാം കേട്ടോ. 50 ഈസ് ടു 200 ഓർ 50 ഡിവൈഡഡ് ബൈ 200. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാമല്ലോ. 0 ക്യാൻസൽ ചെയ്ത് 1/4. അപ്പോൾ 50 ഈസ് ടു 200, 1 ഈസ് ടു 4 അല്ലെങ്കിൽ 1/4, 1 ഈസ് ടു 4. ഈ സിമ്പിളിന് എന്താ പറയുക, നമ്മൾ ഈസ് ടു. ഓക്കെ, അപ്പോൾ നമ്മളത് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ ഒരേ യൂണിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, ബി 80 ഗ്രാം ടു 2 കിലോഗ്രാം, 80 ഗ്രാം ടു 2 കിലോഗ്രാം. അപ്പോൾ ഇതിന് രണ്ട് നമ്മൾ റേഷ്യോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഒരേ യൂണിറ്റിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ 1 ഗ്രാമിൽ 1 കിലോഗ്രാമിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടിനെ എന്ത് ചെയ്യണം, ഗ്രാമിലേക്ക് മാറ്റുക. ഇല്ലെങ്കിൽ രണ്ടിനെ 2 കിലോഗ്രാമിനെയും 80 ഗ്രാമിനെയും ഒന്നെങ്കിൽ ഗ്രാമിലേക്ക് മാറ്റുക, അല്ലെങ്കിലോ 80 ഗ്രാമിനെയും 2 കിലോഗ്രാമിനെയും രണ്ടിനെ കിലോഗ്രാമിലേക്ക് മാറ്റുക. അതായത് ഇപ്പോൾ ഇവിടെ ബി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, നമുക്ക് റേഷ്യോ ചെയ്യേണ്ടത് എന്താണ്, 80 ഗ്രാമും തന്നിട്ടുണ്ട് 2 കിലോഗ്രാമുമാണ് അല്ലേ. അപ്പോൾ ഇത് ഗ്രാം, ഇത് കിലോഗ്രാമാണ്. ബട്ട് നമുക്ക് റേഷ്യോ കമ്പയർ ചെയ്യണമെങ്കിൽ രണ്ടിനും ഒരേ യൂണിറ്റിലേക്ക് മാറ്റണം. അതായത് 2 കിലോഗ്രാം ആക്കുക, അല്ലെങ്കിലോ രണ്ടും ഗ്രാമിലേക്ക് മാറ്റുക. അപ്പോൾ നമുക്കിവിടെ ഗ്രാമിലേക്ക് മാറ്റാം അല്ലേ, ഗ്രാമിലേക്ക് മാറ്റാം. ഗ്രാമിലേക്കോ അല്ലെങ്കിൽ കിലോഗ്രാമിലേക്ക് മാറ്റാം. നമുക്കിവിടെ ഗ്രാമിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2 കിലോഗ്രാം എത്ര ഗ്രാമാണ് നമുക്കറിയാം. 2 കിലോഗ്രാം എത്ര ഗ്രാമാണെന്ന് നമുക്കറിയാമല്ലോ. ഇതാ, യെസ്, 2000 ഗ്രാം. 2 കിലോഗ്രാം 2000 ഗ്രാം, 2000 ഗ്രാം. അപ്പോൾ 80 ഗ്രാമും 2000 ഗ്രാമും. ഇനി നമുക്ക് റേഷ്യോ എഴുതാം. എങ്ങനെ എഴുതാം, 80 ഈസ് ടു 2000. കാരണം രണ്ടും ഗ്രാമിലേക്ക് മാറ്റി. ഇത് ഓൾറെഡി ഗ്രാമിലാണ്. 2 കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 2000 ഗ്രാം. കാരണം നമുക്കറിയാലോ 1000 ഗ്രാമാണ് 1 കിലോഗ്രാം. അപ്പോൾ 2 കിലോഗ്രാം 2000 ഗ്രാം. ഇപ്പോൾ രണ്ടും ഒരേ യൂണിറ്റിലേക്ക് മാറ്റിയിട്ട് വേണം റേഷ്യോ എഴുതാൻ. ഓൾറെഡി 6th നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നത് മാത്രം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഇക്വാലൻ്റ് റേഷ്യോസ്. എന്താണ് ഇക്വാലൻ്റ് റേഷ്യോസ്? ഇക്വാലൻ്റ് റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഇക്വാലൻ്റ് ഫ്രാക്ഷൻ നമ്മൾ കണ്ടിട്ടില്ലേ, ഇക്വാലൻ്റ് ഫ്രാക്ഷൻ അല്ലേ. അതേപോലെ തന്നെയാണ് റേഷ്യോസിൽ നമ്മൾ പറയുമ്പോൾ. കണ്ടോ, പേജ് നമ്പർ 116 എക്സാമ്പിൾ 1 നോക്കും, അത് നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. റൈറ്റ് 3 ഇക്വാലൻ്റ് റേഷ്യോസ് ഫോർ 7:12. 7:12 എന്നുള്ള റേഷ്യോ അവിടെ കൊടുത്തിട്ടുണ്ട്. 7:12 എന്നുള്ള റേഷ്യോ കണ്ടോ, 7:12, 7:12. ഇതിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള റേഷ്യോ
കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതാ ഇവിടെ പറയുന്നുണ്ട് ഒരു നോട്ട്. യെസ്. Observe that both numerator and denominator or both terms are multiplied by the same number. Both term. ഇതിപ്പോൾ 7:12 ഫസ്റ്റ് ടേം ഇത്, സെക്കൻഡ് ടേം ഇതാണല്ലോ. ഇത് രണ്ടിന്, അതായത് ന്യൂമറേറ്റർ ഇത്, ഡിനോമിനേറ്റർ ഇത്. ശരിയല്ലേ? കാരണം 7:12 നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, 7/12 എഴുതാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ന്യൂമറേറ്ററോ ഡിനോമിനേറ്ററും അല്ലെങ്കിൽ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇക്വാലൻ്റ് റേഷ്യോസ് കിട്ടും. നോക്കാം. ഞാൻ 2 കൊണ്ട് രണ്ട് ടേമിന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 × 7 40, 2 × 12 24. അപ്പോൾ ഇതിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള റേഷ്യോ കിട്ടി 14:24. ഇനിയോ? യെസ്. ഇനി നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? 5 കൊണ്ട് രണ്ട് ടേമിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 × 7 35 ഈസ് 5 × 12 5 × 12 യെസ് നമുക്ക് 60. 35:60 is equal to 14:24 is equal to 7:12. ഇതൊക്കെ ഈക്വൽ ആണ്. കാരണം ഇതൊക്കെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക? 7:12 ആണ് കിട്ടുക അല്ലേ? ഇതിനൊക്കെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 7:12 ആണ് കിട്ടുക. അപ്പോൾ 7:12 ഇക്വാലൻ്റ് ആയിട്ടുള്ള റേഷ്യോസ് ആണ് ഇത് രണ്ടും. ഇങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് നമ്പേഴ്സ് കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തിട്ട്, അതായത് ഇപ്പോൾ 4 സെലക്ട് ചെയ്യുക, 4നെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഇക്വാലൻ്റ് റേഷ്യോ. 5 എടുക്കുക, 5നെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് ഇക്വാലൻ്റ് റേഷ്യോസ് കിട്ടും. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ. യെസ്. ഇനി ചെറിയൊരു പോയിന്റ് ഇവിടെ റേഷ്യോയിൽ വരുന്നതാണ് കമ്പയർ ചെയ്യാൻ. ഇപ്പോൾ രണ്ട് റേഷ്യോ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും, ഇതിൽ ഏതാണ് വലുത് ഏതാണ് ചെറുത്? ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഉപയോഗിച്ചിട്ട് കമ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരും. ദാ എക്സാമ്പിൾ 2 നോക്കൂ. കമ്പയർ ദ റേഷ്യോസ് 7:2, 8:3 ആൻഡ് 9:4. ഇപ്പം ഇങ്ങനെ റേഷ്യോ തന്നതിൽ ഏതാ വലുത് ഏതാ ചെറുത് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആദ്യം നിങ്ങൾ അതിനെ ഫ്രാക്ഷൻ ഫോം എഴുതുക. തന്നിരിക്കുന്ന റേഷ്യോസൊക്കെ എന്ത് ചെയ്യുക? ഫ്രാക്ഷൻ ഫോമിലേക്ക് എഴുതുക. അപ്പോൾ 7:2 എന്നുള്ളത് എങ്ങനെ എഴുതുക? 7/2 എന്ന് എഴുതുക. അതുപോലെ തന്നെ 8:3 എന്നുള്ളത് 8/3 എന്ന് എഴുതുക. നെക്സ്റ്റ് 9:4 എന്നുള്ളത് 9/4 എന്ന് എഴുതുക. ഓക്കെ. ഇനി ഇതിൽ ഏതാണ് വലുത്? ഏറ്റവും ചെറുത് ഏതാണ്? ഏറ്റവും വലുത് ഏതാണ്? അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിലൊന്ന് എഴുതാൻ പറയാം, ഡിസെൻഡിങ് ഓർഡറിലൊന്ന് എഴുതാൻ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് നമുക്കിതിനെന്ത് ചെയ്യണം? എല്ലാ ഫ്രാക്ഷൻസിനും, ഇത് എല്ലാ ഫ്രാക്ഷൻ ഫോമാണല്ലോ റേഷ്യോസിൻ്റെ, എല്ലാ ഫ്രാക്ഷൻസിനെ ലൈക്ക് ഫ്രാക്ഷൻസ് ആക്കുക. ലൈക്ക് ഫ്രാക്ഷൻസ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിനോമിനേറ്റർ സെയിം ആക്കുക അല്ലേ? ലൈക്ക് ഫ്രാക്ഷൻസ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കാം. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ എന്ത് ചെയ്യുക? ഫസ്റ്റ് 2 × 3 × 4 LCM എടുക്കുക. LCM ഓഫ് എന്ത് ചെയ്യണം? LCM ഓഫ് 2, 3, 4. 2 × 3 × 4 LCM സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് LCM എന്ത് വരും? 12 എന്ന് വരും അല്ലേ? അപ്പോൾ ഈ എല്ലാ ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ എന്ത് ചെയ്യുക? 12 ആക്കുക. എല്ലാ ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ 12 ആക്കുക. അതിൽ നമുക്ക് 7/12നെ 7/2ലെ ഡിനോമിനേറ്റർ 12 ആക്കാൻ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ 7/2 എന്നുള്ളത് എന്തായാലും 42/12 ആവും. 42/12 ആവും. യെസ്. ഇനി 8/3നെ അടിയിൽ ഡിനോമിനേറ്ററിൽ 12 ആക്കാൻ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 4 കൊണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? 32/12. ഇനി 9/4 ഡിനോമിനേറ്റർ 12 ആക്കാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 27/12. ഓക്കെ. ഇനി നോക്കൂ, ഇപ്പോൾ ഇവിടെ എല്ലാ ഫ്രാക്ഷനും നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻസ് ആക്കി. ഇനി ഇതിൽ ന്യൂമറേറ്ററുകൾ നോക്കുക. ന്യൂമറേറ്ററിലെ ഏറ്റവും വലുത് ഏതാണ്? 42 ആണല്ലേ? അപ്പോൾ ആ 42 ആയിരിക്കും ഏറ്റവും വലിയ നമ്പർ. 42 ആണ് ഏറ്റവും വലുത്, 32നേക്കാളും 27നേക്കാളും. അപ്പോൾ 42 ആണ് ഏറ്റവും വലുതുള്ളത് കൊണ്ട് 7/2 ആയിരിക്കും, അല്ലെങ്കിൽ 7:2 ആയിരിക്കും ഏറ്റവും വലുത്. ഗ്രേറ്റർ ദാൻ, പിന്നെ തൊട്ടടുത്ത ഏതായിരിക്കും? 32 മീൻസ് 8/3. ഓക്കെ. അപ്പോൾ 7/2 ഗ്രേറ്റർ ദാൻ 8/3 ഗ്രേറ്റർ ദാൻ
ലാസ്റ്റ് 27 ആണ്, അപ്പോൾ 9/4. ഇങ്ങനെ കമ്പയർ ചെയ്തുകൂടാ നമുക്ക്. ഏറ്റവും വലുത് ഇത്, പിന്നെ അടുത്തത് ഇത്, നെക്സ്റ്റ് ഇത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ലൈക്ക് ഫ്രാക്ഷൻസ് ആക്കുക, എന്നിട്ട് LCM കണ്ടുപിടിക്കുക, എന്നിട്ട് ഡിനോമിനേറ്റർ സെയിം ആക്കുക. അതാണ് ലൈക്ക് ഫ്രാക്ഷൻസ്. എന്നിട്ട് ന്യൂമറേറ്ററിൽ നോക്കിയിട്ട് നമുക്ക് വലുത് ചെറുത് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സസൈസ് 8.1 വർക്കൗട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പോയിന്റുകൾ കൂടുതൽ ക്ലിയർ ആയിട്ട് മാറും. നെക്സ്റ്റ് നമുക്ക് പോകാം പ്രൊപ്പോർഷൻ. എന്താണ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പയറിംഗ് ടു ക്വാണ്ടിറ്റീസ് ratio, we use ratio, and when two ratios are compared they form a proportion. The equality of two ratio is called proportion. ഇപ്പോൾ നമ്മൾ രണ്ട് റേഷ്യോകൾ കമ്പയർ ചെയ്യും അല്ലേ, ആ രണ്ട് റേഷ്യോകളും ഈക്വൽ ആണെങ്കിൽ നമ്മളതിന് പ്രൊപ്പോർഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ 1:2 ഈക്വൽ ടു 1:2 ഈക്വൽ ടു 1:2 ഈക്വൽ ടു 2:4. 1:2 equal to 2:4. 1:2 equal to 2:4. ബിക്കോസ് ഇവിടെ കണ്ടോ 1:2 equal to 2:4 ആണല്ലേ. കാരണം 1:2 2:4 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1:2 കിട്ടുന്നു അല്ലേ, അല്ലെങ്കിൽ 1നെയും 2നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2:4 കിട്ടുന്നു. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ് റേഷ്യോസ്. ഈ രണ്ട് റേഷ്യോ ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഈക്വൽ സിമ്പൽ എന്ന് പറയും, പ്രൊപ്പോർഷൻ എന്ന് പറയും. അതായത് 1:2 പ്രൊപ്പോർഷൻ 2:4. ഒരു 4 ഡോട്ട് കണ്ടോ, അതാണ് നമ്മൾ പ്രൊപ്പോർഷൻ്റെ സിമ്പൽ. അതായത് ഈക്വൽ ആണ്, രണ്ട് റേഷ്യോ ഈക്വൽ ആണെങ്കിൽ കമ്പയർ ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, പ്രൊപ്പോർഷൻ. ക്ലിയർ? പ്രൊപ്പോർഷൻ. ഇനി ഈ പ്രൊപ്പോർഷനിൽ നോക്കുക നിങ്ങൾ, ഹിയർ 1 and 4 called extremes. 1 and 4 called. ഈ ടേമുകൾക്ക് ഓരോ പേര് കൊടുക്കണം നമുക്ക് കേട്ടോ. പ്രൊപ്പോർഷനിൽ ആദ്യത്തെയും അവസാനത്തെയും ടേം ഉണ്ടല്ലോ, അതായത് ഇവിടെ 1ഉം 4ഉം, ഇതിനെ നമ്മൾ എന്താ പറയുക അറിയാം, എക്സ്ട്രീംസ്. എക്സ്ട്രീംസ് എന്താ പറയാ, എക്സ്ട്രീംസ്. എക്സ്ട്രീംസ് എക്സ്ട്രീംസ് ഓക്കെ. അപ്പോൾ നടുവിലത്തെ രണ്ട് ഇതിന് നമ്മൾ എന്താ പറയുക, നടുവിലത്തെ രണ്ടെണ്ണത്തിന് മീൻസ്. എന്താ പറയുക, മീൻസ് പ്രൊപ്പോർഷൻ. ഓക്കെ, അപ്പോൾ പ്രൊപ്പോർഷൻ്റെ കേസിൽ ആദ്യത്തെ അവസാനത്തേന് നമ്മൾ എന്ത് പറയും, എക്സ്ട്രീംസ് എന്ന് പറയും. യെസ്, ആദ്യത്തെ അവസാനത്തെ എക്സ്ട്രീംസ് പറയും. നടുവിലത്തെ ടേമിന് എന്താ പറയും, മീൻസ് അല്ലെങ്കിൽ മിഡിൽ ടേം എന്ന് പറയാം. മീൻസ് അല്ലെങ്കിൽ മിഡിൽ ടേം എന്ന് പറയാം. ഇതാ വേറൊരു എക്സാമ്പിൾ നമ്മൾ പറയാം, പ്രൊപ്പോർഷൻ 4:5 പ്രൊപ്പോർഷൻ 8:10. അപ്പോൾ 5ന് 8ന് എന്താ പറയുന്നത്, മിഡിൽ ടേം ഓർ മീൻസ്. ആദ്യത്തെ അവസാനത്തെ എന്താ പറയുന്നത്, എക്സ്ട്രീംസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് രണ്ട് എക്സാമ്പിൾ ചെയ്യാം, നമുക്ക് വർക്കൗട്ട് ചെയ്യാലോ, 3 പേജ് നമ്പർ 118. എക്സാമ്പിൾ 1, ചെക്ക് 3, 8, 15 and 40 are in proportion. യെസ്, 3ഉം 8ഉം 15ഉം 40ഉം പ്രൊപ്പോർഷനാണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. എന്താണ് ചെക്ക് ചെയ്യേണ്ടത്, എക്സാമ്പിൾ 1 എന്താണ് ചെക്ക് ചെയ്യേണ്ടത്, 3ഉം 8ഉം 15ഉം 40, 3ഉം 8ഉം 15ഉം 40 പ്രൊപ്പോർഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ, പ്രൊപ്പോർഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ഈക്വൽ ആണെന്നല്ലേ. അതായത് ഈ റേഷ്യോകൾ, അതായത് റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:8 ഈക്വൽ ടു 15:14 ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. പ്രൊപ്പോർഷൻ ആണെന്ന് പറഞ്ഞാൽ ഈ ടേമുകൾ പ്രൊപ്പോർഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ 3:8 ഈക്വൽ ടു 15:14 ആയിരിക്കണം പ്രൊപ്പോർഷൻ ആണെങ്കിൽ. ഇല്ലെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യില്ല. ആണെങ്കിൽ എന്തായിരിക്കും, ഇത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് ഈക്വൽ ആണോ നമുക്ക് ചെക്ക് ചെയ്യാം അല്ലേ. ഇത് ഈക്വൽ ആണോ ചെക്ക് ചെയ്യാനേ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ, ഇതിനെ ഫ്രാക്ഷൻ ഫോം എഴുതാം. 3/8 ഈക്വൽ ടു 15/14.
40. അപ്പോൾ 3-ഉം 14-ഉം എന്താണ്? എക്സ്ട്രീംസ് ആണ് അല്ലേ? 15-ഉം 8-ഉം എന്താണ്? മീൻസ് ആണ്, മീൻസ് പ്രൊപ്പോർഷൻ ആണ്, അല്ലെങ്കിൽ മിഡിൽ ടേം ആണ് അല്ലേ? ഇതിൽ ആദ്യത്തെ അവസാനത്തെ എക്സ്ട്രീംസ് എന്നാ പറയാ, നടുവിലത്തെ രണ്ടും എന്താ പറയുന്നത്? മീൻസ് പ്രൊപ്പോർഷൻ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെക്ക് ചെയ്താൽ മതി? അതായത് ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒരു 4 ടേം തരും, അത് പ്രൊപ്പോർഷണൽ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാമെന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പ്രൊഡക്റ്റ് ഓഫ് മീൻസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. പ്രൊഡക്റ്റ് ഓഫ് മീൻസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. പ്രൊഡക്റ്റ് ഓഫ് മീൻസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ മതി. അതായത് പ്രൊഡക്റ്റ് ഓഫ് മീൻസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ മീൻസ് പ്രൊപ്പോർഷൻ ഏതൊക്കെയാണ്? 8-ഉം 15-ഉം അല്ലേ? 8 × 15 എത്ര വരിക? മൾട്ടിപ്ലൈ ചെയ്ത, വേഗം മൾട്ടിപ്ലൈ ചെയ്ത. 8 × 15 120. അപ്പോൾ 8 × 15 120. ഇനി നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് നോക്കാം. അതായത് 3 × 40. 3 × 40 again 120. Therefore product of means equal to product of extremes കിട്ടി. 120 120. Product of meansഉം product of extremesഉം ഈക്വൽ ആയിട്ട് വന്നു. So terms are in proportion. Okay, അതായത് 3, 6, 15 and 40 are in proportion. Therefore 3, 6, 15 and 40 are in proportion. Clear? അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ 3 നോക്കൂ, പേജ് നമ്പർ 118. അവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? ഒരു കണ്ടോ, 9:dash പ്രപ്പോർഷൻ. ഈ 4 ഡോട്ടിന്റെ മീനിങ് എന്താണ്? പ്രപ്പോർഷൻ. 9:dash പ്രപ്പോർഷൻ 2:6. 9:dash പ്രപ്പോർഷൻ 2:6. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ ബ്ലാങ്ക് ആയിട്ടുള്ള ടേമിനെ കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. പ്രൊഡക്റ്റ് ഓഫ് മീൻസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് മീൻസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് ഇൻ കേസ് ഓഫ് പ്രപ്പോർഷൻ. അപ്പോൾ ഇത് രണ്ടും പ്രപ്പോർഷൻ ആയതുകൊണ്ട് ഇവിടെ എന്ത് ഇക്വേഷൻ ഉപയോഗിക്കാം? പ്രൊഡക്റ്റ് ഓഫ് മീൻസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ്. Product of means equal to product of extreme. അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് ഓഫ് മീൻസ് ഏതായിരിക്കും? ഈ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന ടേമും ഇതും. അപ്പോൾ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന ടേം ഇല്ലെങ്കിൽ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം കേട്ടോ. അറിയാത്ത വാല്യൂ അല്ലേ, നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. അപ്പം x × 2 ഈക്വൽ ടു 9 × 6 എക്സ്ട്രീംസ് അല്ലേ? 9 × 6. ഇനി എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? രണ്ട് സൈഡിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2-ന് 6-ന് സിംപ്ലിഫൈ ചെയ്യാം അല്ലേ? അപ്പോൾ 3 × 9 27. എക്സ് 27 ആണെന്ന് കിട്ടിയില്ലേ? എക്സ് 27 ആണെന്ന് കിട്ടിയില്ലേ? അപ്പോൾ എക്സ് 27 ആണെന്ന് മീനിങ് ഈ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന ടേം ആരാണ്? 27. ഈസി അല്ലേ? യെസ്, ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാം. റൈറ്റ് ആണ്. Then next, find the fourth term of proportion if the first, second and third term are yes. ഇത് ഇതേ മോഡൽ നിങ്ങൾ ചെയ്യണം. എക്സാമ്പിൾ 2 പേജ് നമ്പർ 118. കാരണം നിങ്ങൾ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തേർഡ് ടേമും തന്നിട്ടുണ്ട്. ഫോർത്ത് ടേമാണ് കണ്ടുപിടിക്കുക. അവിടെ ബ്ലാങ്ക് ആയിട്ട് കൊടുക്കുക, എന്നിട്ട് അവിടെ എക്സ് എന്ന് കൊടുത്തിട്ട് ഇതേ ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, യെസ്. നെക്സ്റ്റ് നമുക്ക് കണ്ടിന്യൂഡ് പ്രപ്പോർഷൻ നോക്കാം. നെക്സ്റ്റ് കണ്ടിന്യൂഡ് പ്രപ്പോർഷൻ.
പ്രൊപ്പോർഷനിൽ നെക്സ്റ്റ് വരുന്ന പോയിന്റ് ആണ് കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ. എന്താണ് കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ? കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ. അപ്പോൾ ഇവിടെ നോക്കൂ, ഒരു പ്രൊപ്പോർഷൻ ഞാനിവിടെ എഴുതാം എക്സാമ്പിളായിട്ട്. വൺ ഈസ് ടു ടു പ്രൊപ്പോർഷൻ 2:4. ഞാൻ പറയുന്നത് കണ്ടിന്യൂഡ് പ്രൊപ്പോർഷനാണ്. ബിക്കോസ് ഇവിടെ 1:2 ഈ റേഷ്യോ 2-ലാണ് അവസാനിക്കുന്നത്. ബട്ട് ഈ റേഷ്യോ 2-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ റേഷ്യോ 2-ലാണ് എൻഡ് ചെയ്യുന്നത്. ബട്ട് ഈ റേഷ്യോ 2-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെർഫോർ ദിസ് കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ. കാരണം ഇവിടെ അവസാനിച്ചത് നിന്ന് ഇവിടെ തുടങ്ങുകയാണ്, കണ്ടിന്യൂ ചെയ്യാണ്. അതുകൊണ്ടാണ് ഇതെന്ത് പറയുന്നത്, കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ മീൻസ് we have 3 quantities A, B and C such that 3 quantities മതിയല്ലോ കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ. അതായത് ഇങ്ങനെ A, B, C ഇത് കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A is to B proportion B is to C. അതായത് ഈ നടുവിലുള്ള ടേം ഉണ്ടല്ലോ, നടുവിലുള്ള ടേമിന് എന്താ നമ്മൾ പറയാ, മിഡിൽ ടേം അല്ലെങ്കിൽ മീൻസ് പ്രൊപ്പോർഷൻ ഈക്വൽ ആണ്. കണ്ടോ, മീൻസ് പ്രൊപ്പോർഷൻ ഈക്വൽ ആണ്. ബി ആണല്ലോ, മീൻസ് പ്രൊപ്പോർഷൻ ബി അല്ലേ? ക്ലിയർ? അപ്പൊ നമുക്ക് ഇവിടെ 3 ക്വാണ്ടിറ്റീസ് എ ബി സി സച്ച് ദാറ്റ് എ ബൈ ബി ഈക്വൽ ടു ബി ബൈ സി. അതായത് ഇവിടെ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, എ ബൈ ബി ഈക്വൽ ടു ബി ബൈ സി. A by B equal to B by C. Then the numbers A, B and C are said to be continued proportion. The middle term is called the mean proportion. Middle term നമ്മൾ എന്താ പറയാ, mean proportion. എന്താ പറയുന്നത്, middle termനെ mean proportion. Middle term ഈക്വൽ ആയതുകൊണ്ട് അതിന് ഇങ്ങനെ പറഞ്ഞാൽ മതി, mean proportion. ഇപ്പം നമുക്ക് ഇങ്ങനെ പറയാം continued proportion. First proportion 1, mean proportion 2, third proportion 4. ഇങ്ങനെയായിരിക്കും പറയുക. അപ്പം നിങ്ങൾ മനസ്സിലാകുന്നത് കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ ആണ്. കാരണം ഇവിടെ 3 ടേമേ ഉള്ളൂ. ഫസ്റ്റ് പ്രൊപ്പോർഷൻ 1 എന്ന് പറഞ്ഞു, ഈസ് 2. പിന്നെ പറയുന്നത് എന്താണ്, മീൻ പ്രൊപ്പോർഷൻ 2 ആണ്. അതായത് കണ്ടോ, മീൻ പ്രൊപ്പോർഷൻ 2, തേർഡ് പ്രൊപ്പോർഷൻ 4. അപ്പോൾ 3 ടേം വരുന്നത് ഏതാണ്, കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ ആണ് കേട്ടോ. 3 ടേം മാത്രമുള്ളെങ്കിൽ കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ. അപ്പോൾ നടുവിലുള്ള ടേം മീൻ പ്രൊപ്പോർഷൻ ആയിരിക്കും. മനസ്സിലായല്ലോ, മീൻ പ്രൊപ്പോർഷൻ ആയിരിക്കും. ക്ലിയർ? ഫസ്റ്റിന് നമുക്ക് ഫസ്റ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയാം, രണ്ടാമത്തെ ടേമിനെ മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയാം, തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറയാം. വേറെ എക്സാമ്പിൾ ഇവിടെ കാണിക്കാം. 1:3 ഈക്വൽ ടു 3:9. ഇത് കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ ആണ്. ബിക്കോസ് മീൻ പ്രൊപ്പോർഷൻ ഇവിടെ ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ഫസ്റ്റ് പ്രൊപ്പോർഷൻ, ഇതിനെന്ത് പറയാം, ഫസ്റ്റ് പ്രൊപ്പോർഷൻ. ഇതിനെന്ത് പറയാം, മീൻ പ്രൊപ്പോർഷൻ. ഇതിനിപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 1:3 1:, അല്ലെങ്കിൽ കോമട്ട് എഴുതാം 1:3:9. 1 ഫസ്റ്റ് പ്രൊപ്പോർഷൻ, 3 രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയാം, തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറയാം, 9 തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറയാം. ക്ലിയർ? ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം ഫ്രം കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ. ഫസ്റ്റ് എക്സാമ്പിൾ, പേജ് നമ്പർ 119. ഫസ്റ്റ് എക്സാമ്പിൾ, ഫൈൻഡ് ദ മീൻ പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ 4 and 9. Find the mean proportion between 4 and 9. കണ്ടോ, find the mean proportion between 4 and 9. 4 and 9 ഇടയിലുള്ള മീൻ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കുക. അപ്പം മനസ്സിലാക്കുന്നത് കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ ആണ്. കാരണം ഇവിടെ ഫസ്റ്റ് പ്രൊപ്പോർഷൻ, തേർഡ് പ്രൊപ്പോർഷൻ, പിന്നെ മീൻ പ്രൊപ്പോർഷൻ വരുന്നത് കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ ആണ്. ഇല്ലെങ്കിലോ ഫസ്റ്റ് പ്രൊപ്പോർഷൻ, സെക്കൻഡ് പ്രൊപ്പോർഷൻ, തേർഡ് പ്രൊപ്പോർഷൻ, ഫോർത്ത് പ്രൊപ്പോർഷൻ, എക്സ്ട്രീംസ്, മിഡിൽ ടേംസ് എന്നല്ല പറയാം. പക്ഷെ ഇവിടെ ഫൈൻഡ് ദ മീൻ പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ 4 and 9. 4 and 9 ഇടയിലുള്ള മീൻ പ്രൊപ്പോർഷൻ നമുക്കത് എന്തായിട്ട് എടുക്കാം, ബി ആയിട്ട് എടുക്കാം.
ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദാ കണ്ടോ, ഇങ്ങനെ എഴുതുക ആദ്യം. ഫസ്റ്റ് പ്രപ്പോർഷൻ, തേർഡ് പ്രപ്പോർഷൻ, മീൻ പ്രപ്പോർഷൻ, ബി. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ഇക്വേഷൻ എഴുതാം. എന്താണ്? ബി ഇൻറ്റു ബി, ബി സ്ക്വയർ അല്ലെങ്കിൽ ബി റൈസ് ടു ദ പവർ 2 ഈക്വൽ ടു 4 ഇൻറ്റു 9. 4 ഇൻറ്റു 9 ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതെന്താണ്? മീൻ പ്രപ്പോർഷൻ സ്ക്വയർ. മീൻ പ്രപ്പോർഷൻ സ്ക്വയർ ഈക്വൽ ടു ഫസ്റ്റ് പ്രപ്പോർഷൻ ഇൻറ്റു അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ്. മീൻ പ്രപ്പോർഷൻ ഓൾ സ്ക്വയർ ഈക്വൽ ടു, അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ, ബി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? മീൻ പ്രപ്പോർഷൻ, ഈ ഇക്വേഷൻ എഴുതുക. മീൻ പ്രപ്പോർഷൻ ഓൾ സ്ക്വയർ ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ്. മീൻ പ്രപ്പോർഷൻ ഓൾ സ്ക്വയർ ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ്. ഓക്കെ, നമുക്ക് 4 ഇൻറ്റു 9 36. 4 ഇൻറ്റു 9 36. അപ്പോൾ ബി സ്ക്വയർ 36 ആണെങ്കിൽ ബി എന്തായിരിക്കും? ബി എന്തായിരിക്കും? 6. ബി ഈക്വൽ ടു 6. അപ്പോഴല്ലേ ബി ഇൻറ്റു ബി മീൻസ് 6 ഇൻറ്റു 6 36 ആവുള്ളൂ. തിങ്ക്. ഓക്കെ, അപ്പോൾ ബി സ്ക്വയർ 36 ആവുമ്പോൾ ബി 6. ക്ലിയർ? അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ? മീൻ പ്രപ്പോർഷൻസ് കിട്ടിയില്ലേ? ബി കാണുന്നിടത്ത് എന്ത് കൊടുക്കുക? ഇനി 6 കൊടുക്കുക. ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എക്സാമ്പിൾ 3 ഒന്ന് വർക്കൗട്ട് ചെയ്തത്. എക്സാമ്പിൾ 3, ഫൈൻഡ് ദി തേർഡ് പ്രപ്പോർഷൻ 2 and 6. ഫസ്റ്റ് പ്രപ്പോർഷനും മീൻ പ്രപ്പോർഷൻ തന്നിട്ടുണ്ട്, തേർഡ് പ്രപ്പോർഷൻ. അപ്പം 3 ടൈമേ തന്നിട്ടുള്ളെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അത് കണ്ടിന്യൂഡ് പ്രപ്പോർഷൻ ആണ്. ആദ്യം തരുന്നത് ഫസ്റ്റ് പ്രപ്പോർഷൻ, രണ്ടാമത് തരുന്നത് മീൻ പ്രപ്പോർഷൻ, പിന്നെ തരുന്നതാണ് തേർഡ് പ്രപ്പോർഷൻ. ബട്ട് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എന്താണ്? എക്സാമ്പിൾ 3 നോക്കൂ. ഫൈൻഡ് തേർഡ് പ്രപ്പോർഷൻ. 2ഉം 6ഉം തന്നിട്ടുണ്ട്. ഫസ്റ്റ് പ്രപ്പോർഷൻ, മീൻ പ്രപ്പോർഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? തേർഡ് പ്രപ്പോർഷൻ കണ്ടുപിടിക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് പ്രപ്പോർഷൻ തന്നിട്ടുണ്ടോ? ഫസ്റ്റ് പ്രപ്പോർഷൻ 2 ആണെന്ന് തന്നിട്ടുണ്ട്. മീൻ പ്രപ്പോർഷനോ 6 അല്ലേ? തേർഡ് പ്രപ്പോർഷൻ എക്സ് ആയിട്ട് എടുക്കുക. ഫസ്റ്റ് പ്രപ്പോർഷൻ 2 തന്നിട്ടുണ്ട്, മീൻ പ്രപ്പോർഷൻ 6 ആണ് തന്നിട്ടുണ്ട്. ഇതിന് എന്ത് ചെയ്യുക? തേർഡ് പ്രപ്പോർഷൻ നിങ്ങൾ കണ്ടുപിടിക്കുക. ഈ ഇക്വേഷനും ഉപയോഗിച്ചാൽ പോരാ? ഇക്വേഷനൊന്നും ഉപയോഗിച്ചാൽ പോരാ? യെസ്. എന്താ ചെയ്യേണ്ടത്? 6 സ്ക്വയർ, 6 അല്ലേ മീൻ പ്രപ്പോർഷൻ? മീൻ പ്രപ്പോർഷൻ ഹോൾ സ്ക്വയർ ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് 2 ഇൻറ്റു എക്സ് അല്ലേ? പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ്. അപ്പോൾ ഇവിടുന്ന് എക്സ് കണ്ടുപിടിക്കാൻ 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 അല്ലേ? അതായത് 6 ഇൻറ്റു 6. 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 6 മീൻസ് 36. 36 ഈക്വൽ ടു 2 ഇൻറ്റു എക്സ്. അപ്പോൾ ഇവിടുന്ന് എക്സ് ഈക്വൽ ടു 36/2. 18. X equal to 18. Example 2 നോക്കൂ. Find x when x 25, 5 are in continued proportion. ഇവിടെ ഫസ്റ്റ് പ്രപ്പോർഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഫസ്റ്റ് പ്രപ്പോർഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? കാരണം എക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. മീൻ പ്രപ്പോർഷൻ 25 ആണ് തന്നിട്ടുണ്ട്, തേർഡ് പ്രപ്പോർഷൻ 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എക്സാമ്പിൾ 2 പേജ് നമ്പർ 119. എക്സാമ്പിൾ 2. അപ്പോൾ നമുക്ക് അതിനെ സിമ്പിൾ ഉപയോഗിച്ച് ചെയ്താം. എക്സ് ഈസ് ടു 25 പ്രപ്പോർഷൻ 25 ഈസ് ടു 5. ഇങ്ങനെയല്ലേ? ഫസ്റ്റ് പ്രപ്പോർഷൻ എക്സ് ആകുന്നത്, മീൻ പ്രപ്പോർഷൻ 25, തേർഡ് പ്രപ്പോർഷൻ മീൻ പ്രപ്പോർഷൻ 25 ആണെങ്കിൽ ഞങ്ങൾക്ക് അറിയില്ല, കണ്ടിന്യൂഡ് പ്രപ്പോർഷൻ ആണ്. അപ്പോൾ അത് കണ്ടിന്യൂ ഇങ്ങനെ എഴുതണം. ഓക്കെ, ഇനി നമുക്കറിയാം പ്രൊഡക്റ്റ് ഓഫ് അല്ലെങ്കിൽ കണ്ടിന്യൂഡ് പ്രപ്പോർഷനിൽ മീൻ പ്രപ്പോർഷൻ്റെ സ്ക്വയർ, അതായത് ഇവിടെ 25 ആണ്. 25ന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീം. 25 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ഇൻറ്റു 25 is equal to x into 5. അപ്പോൾ ഇവിടെ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 25 ഇൻറ്റു 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, 25 ഇൻറ്റു 25നെ
5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എക്സ് കിട്ടില്ലേ? ഫൈൻഡ് എക്സ്. എക്സാമ്പിൾ 4 നോക്കൂ. ഫൈൻഡ് ദി തേർഡ് പ്രപ്പോർഷൻ ഗിവൺ ഫസ്റ്റ് പ്രപ്പോർഷൻ 9 ആൻഡ് ദി മീൻ പ്രപ്പോർഷൻ 12. ഇവിടെ തേർഡ് പ്രപ്പോർഷൻ കണ്ടുപിടിക്കുകയാണ്. നമ്മൾ അതേ മോഡൽ ചെയ്തു അല്ലേ? അപ്പോൾ അത് വർക്കൗട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. Next, unitary method, page number 120. What is unitary method? Yes, in unitary method, we find the value of the required quantity by first finding the value of a single quantity. അപ്പോൾ നമുക്ക് റിക്വയർഡ് ക്വാണ്ടിറ്റിൻ്റെ വാല്യൂ കിട്ടാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? യൂണിറ്ററി മെത്തേഡിൽ വാല്യൂ ഓഫ് സിംഗിൾ ക്വാണ്ടിറ്റി, ഒരു സിംഗിൾ ക്വാണ്ടിറ്റിൻ്റെ വാല്യൂ എന്താണ് കണ്ടുപിടിക്കും. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള അതിൻ്റെ വാല്യൂ നമ്മൾ കാണും. അതിനാണ് യൂണിറ്ററി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യണം. അത് ബേസ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് പേജ് നമ്പർ 120 എക്സാമ്പിൾ 1. If 5 kg of rice cost 117.50 rupee, find the cost of 12 kg. Find the cost of 12 kg rice. അപ്പോൾ യൂണിറ്ററി മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇത് തന്നിരിക്കുന്നതിൽ നിന്നും 1 ക്വാണ്ടിറ്റിക്കുള്ള വാല്യൂ കണ്ടുപിടിക്കുന്നിട്ട് നമ്മൾ 12 കിലോഗ്രാം കാണാം. അപ്പോൾ ഇവിടുന്ന് 5 കിലോഗ്രാം റൈസിന് കോസ്റ്റ് വന്നിട്ടുണ്ട് 5 കിലോഗ്രാം. നമുക്ക് കണ്ടുപിടിക്കുന്നത് 12 കിലോഗ്രാമിന് എത്രയാണ് അല്ലേ? 5 കിലോഗ്രാം ഇതാണെങ്കിൽ 1 കിലോഗ്രാമിന് എത്ര വരും? 1 കിലോഗ്രാം എത്ര വരും? 7.50 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ ആൻസർ വരുന്നത്? 23.50. 23.50 റുപ്പി. 1 കിലോഗ്രാം റൈസിന് എന്താ വരുന്നത്? 23.50 റുപ്പി. ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് കടന്നു പോകുന്ന സിറ്റുവേഷൻ തന്നെയാണ് ഇത്. കടയിലേക്ക് പോകുമ്പോൾ അല്ലേ 5 കിലോഗ്രാം ഷുഗറിന് ഇത്ര കോസ്റ്റ് എന്ന് പറയും. അപ്പോൾ 1 കിലോഗ്രാമിന് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ. ആ കോസ്റ്റിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിലോഗ്രാമിന് എത്രയെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 1 കിലോഗ്രാം കിട്ടി. ബട്ട് നമുക്കിവിടെ കണ്ടുപിടിക്കാൻ 12 കിലോഗ്രാമിന് എത്രയാണെന്ന് അല്ലേ? അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി? 1 കിലോഗ്രാം ഇതാണെങ്കിൽ 12 കിലോഗ്രാമിന് കാണാൻ എന്ത് ചെയ്താൽ മതി? 12 × 23.50. ഈസി അല്ലേ? യെസ്. അപ്പോൾ ആൻസർ വിൽ ബി 282 റുപ്പി. ഓക്കെ, 282 റുപ്പി. The next example 2 എന്താ പറയുന്നത്? If the cost of 50 meter of cloth is 50 meter of cloth is 50 meter of cloth is 50 മീറ്ററിൻ്റെ എത്ര വരുന്നത്? 1425 റുപ്പി. 1425 റുപ്പി. Find the cost of 10 meter of cloth. Find the cost of 10 meter of cloth. അങ്ങനെയാണെങ്കിൽ 10 മീറ്ററിന് എത്രയാണ് കാണേണ്ടത്? അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യണം? 10 മീറ്റർ എത്ര കോസ്റ്റ് കാണും. അപ്പോൾ 50 മീറ്ററിന് ഇതാണെങ്കിൽ 1 മീറ്ററിന് എത്രയായിരിക്കും കോസ്റ്റ്? ജസ്റ്റ് 1 മീറ്ററിന് എത്ര കോസ്റ്റ് കാണണം അല്ലേ? എന്നാലും നമുക്ക് 10 മീറ്ററിന് എത്ര കാണാം? 1 മീറ്ററിന് കാണാൻ എന്ത് ചെയ്യണം? 1425നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. വേഗം ഡിവൈഡ് ചെയ്ത് പറഞ്ഞാൽ 1425നെ 15 കൊണ്ട്. യെസ്, 95. 1 മീറ്ററിന്റെ കോസ്റ്റ് എത്രയാണ്? 95. അങ്ങനെയാണെങ്കിൽ 10 മീറ്ററിന് കാണാൻ എന്ത് ചെയ്താൽ മതി? 95 × 10. 95 × 10. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റൻ ഒന്ന് ചെയ്തേ. ഈ എക്സാമ്പിൾ 4 ഒന്ന് ചെയ്തേ നിങ്ങൾ നോട്ടിലൊന്ന് വർക്കൗട്ട് ചെയ്ത്. എക്സാമ്പിൾ 4. A train covers 90 kilometers in 3 hours. What distance will it covers in 6 hours? ചെയ്തേ.
Okay, then example 3. A binder can bind a book in 4 hours. How many books can he bind in 16 hours? 4 hours കൊണ്ട് എത്ര ബുക്കാണ് ബൈൻഡ് ചെയ്യുന്നത്? എ ബുക്ക്, ഒരു ബുക്ക് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് 16 hours കൊണ്ട് എത്ര ബുക്ക് ബൈൻഡ് ചെയ്യും? 16 hours. A binder can bind a book in 4 hours. How many book can he bind in 16 hours? അപ്പോൾ ഇവിടുന്ന് നോക്കൂ, നമുക്ക് യൂണിറ്ററി മെത്തേഡ് അപ്ലൈ ചെയ്യാം. 4 hours കൊണ്ട് ഒരു ബുക്ക് ആണെങ്കിൽ 1 hour കൊണ്ട് ഒരു ബുക്കിന്റെ എത്ര ഭാഗം ബൈൻഡ് ചെയ്യും? 1 hour കൊണ്ട് 1/4 parts of a book. 1/4 part of a book അല്ലെങ്കിൽ 1/4 of book. ബുക്കിന്റെ 1/4 എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്യും. ഇതാ ഇവിടുന്ന് കണ്ടോ, 1 hour കൊണ്ട് 1/4 നമ്മൾ 1നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 1 hourൽ എത്ര പാർട്ട് ബൈൻഡ് ചെയ്യും? 1/4. അങ്ങനെയാണെങ്കിൽ 16 hour കൊണ്ട് ഇതിനെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 16 × 1/4 = 4. 16 hours കൊണ്ട് 4 ബുക്സ് ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? യൂണിറ്ററി മെത്തേഡ് അപ്ലൈ ചെയ്തു. 1 hourൽ എത്ര ഭാഗം ബൈൻഡ് ചെയ്യുന്നു കണ്ടു. എന്താ ചെയ്തത്? 1നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, കാരണം 4 hour കൊണ്ട് ഒരു ബുക്കാണ് ബൈൻഡ് ചെയ്യുക. അപ്പോൾ 1 hour കൊണ്ട് 1/4 ഓഫ് ബുക്ക്, 1/4 ഓഫ് ദി ബുക്ക്. അങ്ങനെ നമ്മൾ 16 hour കൊണ്ട് കാണാൻ എന്ത് ചെയ്തു? 16 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് എന്ത് കിട്ടും? 16/4 4. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ 5 നോക്കൂ. 72 books are, പേജ് നമ്പർ 121. 72 books are packed in 4 cartons of the same size. How many such cartons will be required to pack 288 books? 72 books are packed in 4 cartons. Books packed in 4 cartons. ഒരേ സൈസുള്ള 4 പെട്ടികളായിട്ടാണ് 72 ബുക്സ് പാക്ക് ചെയ്യണത്. ഹൗ മെനി സച്ച് കാർട്ടൺസ് വിൽ ബി റിക്വയർഡ് ടു പാക്ക് 288 ബുക്ക്? അങ്ങനെയാണെങ്കിൽ 288 ബുക്സ് പാക്ക് ചെയ്യാൻ എത്ര പെട്ടികൾ ആവശ്യം വരുന്നതായിരിക്കും? 72 ബുക്സിന് 4 കാർട്ടൺസ് വേണം. അങ്ങനെയാണെങ്കിൽ 288ന് എത്ര വേണ്ടി വരും? അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പെട്ടിയിൽ എത്ര ബുക്സ്, അല്ലെങ്കിൽ ഒരു ബുക്കിന് എത്ര ഭാഗം വേണം നമുക്ക് കാണാം. ഓക്കെ, 72 ബുക്സ് പാക്ക് ചെയ്യണത് എത്ര പെട്ടികളായിട്ടാണ്? 4 പെട്ടികൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? 72 ബുക്സ് ആർ പാക്ക്ഡ് ഇൻ 4 cartons. അങ്ങനെയാണെങ്കിൽ ഒരു ബുക്ക്, 1 ബുക്ക് അല്ലേ? നമുക്ക് എങ്ങനെ പറയാം? 1 book can be packed in 1 book can be packed in 4/72. 4/72 cartons. 4/72 cartons. അങ്ങനെ 288 ബുക്സ് പാക്ക് ചെയ്യാൻ എത്ര കാർട്ടൺസ് വേണ്ടി വരും? 1 ബുക്ക് ഇത്രയും ഭാഗം വേണം. അങ്ങനെയാണെങ്കിൽ 288 ബുക്സിന് വേണ്ടിയിട്ടോ ഇതിനെ 288 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 4/72 × 288. എന്താ ആൻസർ വരുന്നത്? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 288 × 4 all divided by 72. എന്താ വരുന്നത് ആൻസർ? 16. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 16. അപ്പോൾ യൂണിറ്ററി മെത്തേഡ് അപ്ലൈ ചെയ്തു. 72 ബുക്സ് പാക്ക് ചെയ്യാൻ 4 കാർട്ടൺസ് വേണം. അങ്ങനെയാണെങ്കിൽ 1 ബുക്കിന് എത്ര ഭാഗം വേണം? 4/72. നമ്മൾ എന്ത് ചെയ്തു? 4നെ 72 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 288 ബുക്സ് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിനെ 288 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, then mark your homework. Exercise 8.3. Question number 2. 6, 3. And exercise 8.2. First question നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, then 4th. Okay. See you next class. Thank you.